നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക തൊഴിലാളി ദിനം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ, റാലികളും പതാക ഉയർത്തലും നടത്തി പോരാട്ടത്തിന്റെ വിജയാഘോഷം. മേയറെ പിന്തുണച്ച ഡിവൈഎഫ്ഐ. ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് വി.കെ. സനോജ്. വർഗീയ വിഷം തുപ്പിയാണ് UDF വോട്ട് പിടിച്ചതെന്നും സനോജ്. വേനലിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്നു മുതൽ 5 ദിവസത്തേക്ക് മഴ പ്രവചനവുമായി കാലാവസ്ഥാ വകുപ്പ്. വെന്തുരുകുന്ന കണ്ണൂരിനും മഴയെത്തുന്നത് ആശ്വസിക്കാം. വാർത്തകൾ വിശദമായി. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. തൊഴിൽ സമയം 8 മണിക്കൂറായി പോരാട്ടത്തിലൂടെ നേടിയെടുത്തതിന്റെ ഓർമ്മയ്ക്കായാണ് മെയ് ദിനം ആഘോഷിക്കുന്നത്. 8 മണിക്കൂർ ജോലി, വിനോദം, വിശ്രമം എന്നിവയ്ക്കായി ഷിക്കാഗോയിലെ തൊഴിലാളികൾ സമരം ചെയ്ത് രക്തസാക്ഷികളായതിന്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകമെമ്പാടുമുള്ള തൊഴിലാളികൾ. കണ്ണൂരിലും STUവിന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം ഉദ്ഘാടനം ചെയ്തു. നഗരം ചുറ്റിയ റാലി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നിരവധി തൊഴിലാളികൾ അണിചേർന്നു. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ നടത്തുകയുണ്ടായി. ആ സമരത്തിന്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ വലിയ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. പോലീസിന്റെയും അതുപോലെയും പട്ടാളത്തിന്റെയും ഒക്കെ മുമ്പിൽ മുട്ടുമടക്കാതെ ധീരതയോടെ പൊരുതിയിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ രക്തസാക്ഷികൾ എന്ന് പറയുന്ന യോദ്ധാക്കൾ, അവര് അന്ന് അത്തരത്തിലുള്ള ഒരു ധീരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ഭാഗമായിട്ടാണ് ലോകമെമ്പാടും തൊഴിലാളികൾക്ക് സംഘടിക്കാനും അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും അവകാശം നേടിയെടുക്കാനും നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കാനും ഇതുപോലുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചത് എന്ന കാര്യം ഇവിടെ വിസ്മരിക്കരുത്. എന്നാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷമായിട്ട് ഇന്നും തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷ ഉറപ്പല്ല. പി ഹംസ ഹാജി അധ്യക്ഷത വഹിച്ചു. PV നാസർ, TK ഹുസൈൻ, K ഷാഫി, TK നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. KP അമീർ, K അനീസ്, K സുരേന്ദ്രൻ, ഷൗക്കത്ത് അലി, നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇടത് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടന്ന മെയ് ദിന റാലി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. K ഷാജി അധ്യക്ഷത വഹിച്ചു. താവം ബാലകൃഷ്ണൻ, K അശോകൻ, P മനോഹരൻ, കാടൻ ബാലകൃഷ്ണൻ, N സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ നടത്തിയ മെയ് ദിന റാലി കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ SP മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. TK നവാസ് അധ്യക്ഷത വഹിച്ചു. G മാത്യു, ഹാഷിം മാട്ടൂൽ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് ദിനം കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പുതുതായി സ്ഥാപിച്ച കൊടിമരത്തിൽ FITU ജില്ലാ കൺവീനർ C മുഹമ്മദ് ഇംതിയാസ് പതാക ഉയർത്തി. തുടർന്ന് തൊഴിലാളികളെ ആദരിക്കലും സംഗമവും സംഘടിപ്പിച്ചു. ജവഹർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സമിതി അംഗം പ്രേമ G പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജവഹർ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി E ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. FITU സംഘടിപ്പിച്ച മെയ് ദിന റാലിയിൽ മുഹമ്മദ് ഇംതിയാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ, ദേവദാസ് തളാബ് തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ മുൻപിൽ നിൽക്കുന്ന തൊഴിലാളികൾ എന്ന് പറയുന്ന സമൂഹം നമുക്ക് തരുന്ന സങ്കല്പങ്ങൾ ഇപ്രകാരമൊക്കെ ആണ്. ഞാൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് പ്രിയപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ് അവർ ഉള്ളത്. അടുത്ത കാലത്ത് GTN എന്ന് പറഞ്ഞിട്ടുണ്ടായ ഒരു കമ്പനി കൂടി 2 വർഷം മുമ്പ് എറണാകുളം ജില്ലയിൽ ഇദ്ദേഹം വ്യവസായ മന്ത്രി ആയതിനു ശേഷം പൂട്ടിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെയുള്ളത് ഇപ്പോൾ 2020യുടെ കിഴക്കമ്പലത്തുള്ള കിറ്റെക്സ് കമ്പനി, അവർ കേരളത്തിലല്ലല്ലോ അവരുടെ പ്രവർത്തനം, അവർക്ക് സർക്കാരിനെതിരെ പോലും അവർ സ്വന്തമായി 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധം കൊണ്ടുവന്നിട്ട് മത്സരിക്കുക കൂടി ചെയ്യുകയാണ്. അവർക്കൂടെ വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. ടൈലേഴ്സ് അസോസിയേഷൻ മെയ് ദിന റാലിയിൽ TA സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. AK ശ്രീധരൻ, C രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഒരു പ്രവർത്തനമാണ് സംസ്ഥാന ഭരണം കാഴ്ചവെക്കുന്നത് എന്ന് നമുക്ക് ഉദാഹരണ സഹിതം കാണിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവങ്ങളുടെ നാടല്ല. ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും ഉള്ള നാട് എന്നല്ല അതിന്റെ അർത്ഥം. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും സമത്വസുന്ദരമായ ഒരു ജീവിത രീതി, എല്ലാവർക്കും ഒരുപോലെ, സവർണരും അവർണരും ഇല്ലാതെ ഒരുപോലെ കാണുന്ന ഒരു സംവിധാനത്തെയാണ് ദൈവം എന്ന് ഉദ്ബോധിപ്പിക്കുന്നത്.
ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും നല്ല ചികിത്സ, എല്ലാവർക്കും നല്ല തൊഴിൽ, എല്ലാവർക്കും. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക തൊഴിലാളി ദിനം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ, റാലികളും പതാക ഉയർത്തലും നടത്തി പോരാട്ടത്തിന്റെ വിജയാഘോഷം. മേയറെ പിന്തുണച്ച ഡിവൈഎഫ്ഐ. ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് വി കെ സനോജ്. വർഗീയ വിഷം തുപ്പിയാണ് UDF വോട്ട് പിടിച്ചതെന്നും സനോജ്. വേനലിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്നു മുതൽ 5 ദിവസത്തേക്ക് മഴ പ്രവചനവുമായി കാലാവസ്ഥാ വകുപ്പ്. വെന്തുരുകുന്ന കണ്ണൂരിനും മഴയെത്തുന്നത് ആശ്വസിക്കാം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ. വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈനിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് കണ്ണൂർ, മെഗാമാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, മെയിൻ റോഡ് ഇരട്ടി, M സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ഇടത്തിൽ വ്യാപക പ്രചരണം നടക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ആര്യ തെറ്റ് ചെയ്തിട്ടില്ല. KSRTC ഡ്രൈവറോട് ആര്യ രാജേന്ദ്രൻ നടത്തിയത് സ്വാഭാവിക പ്രതികരണം. ആര്യയെ KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ച് അപമാനിച്ചു. ആര്യ ഡിവൈഎഫ്ഐക്കാരിയായതാണ് സൈബർ ആക്രമണത്തിന് കാരണം. ആര്യയെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അതിന് പ്രതിരോധിക്കുമെന്നും വി കെ സനോജ് പറഞ്ഞു. തിരുവനന്തപുരം മേയറും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ആര്യ രാജേന്ദ്രനെതിരായിട്ട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് സൈബർ ഇടത്തിൽ അവർക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നം, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തെ അപകടകരമായ നിലയിൽ മറികടക്കാൻ ശ്രമിച്ച ഒരു KSRTC ഡ്രൈവറുമായി ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ്. അത് ചോദ്യം ചെയ്തത് ആര്യാണ് എന്നതുകൊണ്ട്, എന്നാൽ പിന്നെ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ഇടത്തിൽ വ്യാപക പ്രചരണം നടത്തുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ആര്യ തെറ്റ് ചെയ്തിട്ടില്ല. KSRTC ഡ്രൈവറോട് ആര്യ രാജേന്ദ്രൻ നടത്തിയത് സ്വാഭാവിക പ്രതികരണം. ആര്യയെ KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ച് അപമാനിച്ചു. ആര്യ ഡിവൈഎഫ്ഐക്കാരിയായതാണ് സൈബർ ആക്രമണത്തിന് കാരണം. ആര്യയെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അതിനെ പ്രതിരോധിക്കുമെന്നും VK സനോജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മതത്തെ അടിസ്ഥാനമാക്കിയാണ് വടകരയിൽ UDF തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയതെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. വർഗീയ വിഷം തുപ്പിയാണ് UDF വോട്ട് പിടിച്ചത്. ഇതിനെതിരെ ഡിവൈഎഫ്ഐ മെയ് 3 വടകരയിൽ യൂത്ത് അലേർട്ട് നടത്തും. വർഗീയ ധ്രുവീകരണത്തിന് ലീഗും കോൺഗ്രസും ശ്രമിച്ചുവെന്നും VK സനോജ് ആരോപിച്ചു. വടകരയെ ഈ നിലയിൽ വിഭജിക്കാനുള്ള വർഗീയപരമായ നീക്കത്തിനെതിരായിട്ട് ഡിവൈഎഫ്ഐ ഒരു യൂത്ത് അലർട്ട് എന്ന നിലയിൽ ഒരു പരിപാടി മെയ് 3 വൈകുന്നേരം വടകരയിൽ സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരും പോവും, പക്ഷേ വടകരയിലെ മതസൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ജനതയിൽ ഈ നിലയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ആ നിലയിലുള്ള പ്രചരണമാണ് പക്ഷേ അവിടെ നടന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നേരത്തെ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ അവിടെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് തെറ്റായ പ്രചരണം നടത്തി വാട്സപ്പ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തി വലിയ പ്രചാരവേല ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ തന്നെ മാധ്യമപ്രവർത്തകർ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു. ശൈലജ ടീച്ചർ മുസ്ലിം സമൂഹത്തിന് എതിരായി നിൽക്കുന്ന ഒരാളാണ്. എന്താ അതിൻ്റെ താല്പര്യം? ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു. തനിക്കെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് LDF കൺവീനർ EP ജയരാജന്റെ വക്കീൽ നോട്ടീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപുള്ള ഇവരുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വച്ചാണെന്നും നോട്ടീസിൽ പറയുന്നു. K സുധാകരൻ, ശോഭ സുരേന്ദ്രൻ, ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് വക്കീൽ നോട്ടീസ്. ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ ഉടൻ മാപ്പ് പറയണമെന്നാണ് ആവശ്യം. അല്ലെങ്കിൽ ക്രിമിനൽ നിയമ നടപടിയിലേക്ക് കടക്കും. 2 കോടി നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ചിറക്കൽ പുഴാതി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ സഹസ്ര കുംഭാഭിഷേകവും നവകലശവും നടന്നു. രാവിലെ ക്ഷേത്ര സമുദായ തന്ത്രി അരക്കൽ പ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഏപ്രിൽ 29 ആരംഭിച്ച ചടങ്ങുകളാണ് ഇന്ന് രാത്രിയോടെ അവസാനിക്കുന്നത്.
കുറ്റ്യാടി തെരു ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ സഹസ്ര കുംഭാഭിഷേകവും നിറമാല മഹോത്സവവും ഊട്ടുപുര സമർപ്പണവുമാണ് ഏപ്രിൽ 29, 30, മെയ് 1 തീയതികളിൽ നടക്കുന്നത്. ഏപ്രിൽ 29 ക്ഷേത്രം തന്ത്രി പന്നിയോടില്ലത്ത് മാധവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഗണപതി ഹോമം നടന്നത്. തുടർന്ന് 4 മണിക്ക് അഴീക്കോട് MLAയുടെ അധ്യക്ഷതയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരത്തറ ആക്റ്റീവ് വോയിസ്, കാഞ്ഞിരത്തറ പാൽ സൊസൈറ്റി നിവാസികളും ചേർന്നൊരുക്കുന്ന അതിഗംഭീര കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും നടന്നു. ഏപ്രിൽ 30 രാവിലെ 5:30 ഗണപതി ഹോമം, ഉഷപൂജ, വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിക്കുന്ന നാമജപം, 6:30 ദീപാരാധന, അത്താഴപൂജ, 7 മണിക്ക് കൊച്ചു കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ലാസ്യസന്ധ്യ, തുടർന്ന് പ്രസാദ സദ്യ എന്നിവയും ഉണ്ടായിരുന്നു. മെയ് 1 രാവിലെ ക്ഷേത്ര സമുദായ തന്ത്രി അരക്കൻ പ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സഹസ്ര കുംഭാഭിഷേകവും നവകലശവും നടന്നു. ഉച്ചയ്ക്ക് 12:30 പ്രസാദ സദ്യയും ഉണ്ടായിരുന്നു. തുടർന്ന് തേങ്ങാപ്പൊളി, 3 മണിക്ക് ചീറ്റുവേല, 5 മണിക്ക് ശ്രീഭൂതബലി, രാത്രി 7 മണിക്ക് തായമ്പക, 8 മണിക്ക് അദീന നാടക നാട്ടറിവ് അവതരിപ്പിക്കുന്ന നാട്ടുമൊഴിയും അരങ്ങേറി. 11 മണിക്ക് തിരൂടയാട ഉത്സവം, 12 മണിക്ക് ചുറ്റുവേല എന്നിവയും നടക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ ഉൾപ്പെടെ 9 ജില്ലകളിലാണ് മഴ സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യത. നാളെ 9 ജില്ലകളിലാണ് മഴ പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ മഴയ്ക്ക് സാധ്യത. 5-ാം തീയതി വരെ 10 ജില്ലകളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടിമിന്നൽ അപകടകാരികളായതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും ഇടിമിന്നൽ വലിയ നാശനഷ്ടം സൃഷ്ടിക്കും. അതിനാൽ പൊതുജനങ്ങൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതുണ്ട്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്നും കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇനി വ്യക്തികൾ വിശേഷങ്ങൾ. ഷമലിന്റെ കൈകളിൽ കൂടി വിരിയുന്നത് ജീവസുറ്റ ഒട്ടനേകം ശില്പങ്ങളാണ്. അതും മാധ്യമം ഏതെന്നില്ലാതെ കൈകളിലെത്തുന്ന എന്തിലും ഷമലിന്റെ കരവിരുത് തെളിയും. മാർബിളിന്റെ മനോഹാരിതയിലും കളിമണ്ണിന്റെ ചാരുതയിലും വിരിഞ്ഞത് ദൈവങ്ങളുടെ ശില്പങ്ങളടക്കമുള്ളവയാണ്. അറിയാം സിറ്റി ന്യൂസിലൂടെ ഈ കലാകാരനെ. തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സിറ്റി ന്യൂസ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഷമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരവിരുത്. അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്, ആസ്വദിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഷമൽ നമ്മളോട് ആ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കും. ഷമൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഷമലാണ്. ഞാൻ ആശ്രയ സ്കൂളിലെ ഡ്രൈവറാണ്. ഏകദേശം 8 കൊല്ലത്തോളമായി ഡ്രൈവർ. പിന്നെ പണ്ട് മുതലേ വരക്കലുണ്ട്, ചിത്രം വരക്കലുണ്ട്. ഇപ്പം ഏകദേശം ഒരു 5-6 കൊല്ലമായിരിക്കും. ശില്പത്തിൻ്റെ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായിരിക്കും. നമ്മൾ 5-ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ ഞാൻ ചിത്രം വരക്കാൻ എല്ലാത്തിനും ഇത് പെൻസിൽ ഡ്രോയിങ്ങിലാണ് എല്ലാം വരക്കൽ. ഇപ്പം ശില്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായിരിക്കും. 5-6 ഇതിപ്പോൾ ഇത് ഗ്രാനൈറ്റ് ഈ ശില്പങ്ങൾ ഇതൊക്കെ ഇതിലാണ് തീർത്തിരിക്കുന്നത്? ഇതെല്ലാം ക്ലേലാണ് തീർത്തത്. ഇത് ഗ്രാനൈറ്റിൽ കൊത്തിയെടുക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉണ്ടാകുന്ന ക്ലേലാണ്. പിന്നെ ഇത് നമ്മൾ ഈ പരുന്ത് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ ഇത് നമ്മളെ കാർബോർഡിൻ്റെ ഇതേ നമ്മുടെ ആനവണ്ടി ശരിക്ക് പിന്നെ ഫോം ഷീറ്റിലാണ് ഇത് കിട്ടും. ഈ KSRTC ബസ് ഉണ്ടാക്കുക, അതുപോലത്തെ വേറെ 2-3-4 ബസ്സുണ്ട്, ലോറിയിലുണ്ട്, അതെല്ലാം ഫോം ഷീറ്റിലുണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാം വരക്കലാണ്. ഈ ഗ്രാനൈറ്റിലാണ് വരക്കുന്നത്. ഈ മുത്തപ്പന് ഇവിടെ സമർപ്പിക്കാൻ എന്താ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു തിരുവപ്പനും മുത്തപ്പനും ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇത് നമ്മളെ ക്ലേനൊക്കെ ഉണ്ടാക്കിയ രൂപം. അതിപ്പോൾ എവിടെയുണ്ട്? അത് കാവിലുണ്ട്. ഇപ്പോൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശരി. അപ്പോൾ ഇത് എത്ര വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയ ഏകദേശം ഒരു 5-6 കൊല്ലമായിരിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും കാർബോർഡിലും ഗ്രാനൈറ്റിലും വിരിഞ്ഞ ഒട്ടനേകം ശില്പങ്ങൾ ഇത് ഇടവേളകളിൽ ഷമൽ ചെയ്തെടുത്ത ശില്പങ്ങളാണ്. എല്ലാം ജീവസുറ്റതാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം.
5-ാം വയസ്സിൽ തുടങ്ങിയ ചിത്രരചനയോടുള്ള അഭിരുചിയാണ് പിന്നീട് മാറി മാറി വന്ന് ശില്പകലയോടുള്ള അഭിനിവേശമായി മാറിയത്. പിന്നീട് കൊത്തിയും മിനുക്കിയും രാഗിയും ഉണ്ടാക്കിയത് ദൈവങ്ങളുടേതടക്കം ഒട്ടനേകം ശില്പങ്ങൾ. അതുപോലെ കാർബോർഡും പ്ലാസ്റ്റർ ഓഫ് പാരീസും കുഴച്ചുണ്ടാക്കിയ പരുന്ത്, ഫോം ബോർഡ് ഉപയോഗിച്ചുണ്ടാക്കിയ ആനവണ്ടി, ശിവൻ, അനന്തശയനം, വിവിധയിനം കോലങ്ങൾ, അങ്ങനെ നിരനിരയായി നിരന്നു നിൽക്കുന്ന നിരവധി നിർമ്മിതികളെല്ലാം ഈ കുറഞ്ഞ വർഷങ്ങളിൽ തന്നെ സ്വായത്തമാക്കിയതും ആണ്. കളിമണ്ണിൽ തീർത്ത തിരുവപ്പൻ്റെയും മുത്തപ്പൻ്റെയും ശില്പങ്ങൾ ഉത്സവനാളിൽ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ ആയത് അനുഗ്രഹമായി ഷമൽ കാണുന്നു. എൻ്റെ രൂപം തന്നെ അന്യാലിപ്പിക്കുന്നു. ഈ രൂപം പതിച്ചത് ഹൃദയത്തെങ്കിലല്ലേ? കാഴ്ച കാണുന്ന രൂപോ ഹൃദയത്തിങ്കലല്ലേ? ആ ഹൃദയത്തിങ്കൽ നേത്രം കൊണ്ട് കണ്ട കാര്യങ്ങൾ ഹൃദയത്തിങ്കൽ ഉറപ്പിച്ചു, ഹൃദയത്തിങ്കൽ സൂക്ഷിച്ചു അല്ലേ? മനസ്സിൽ സൂക്ഷിച്ചു. ആ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു ഭാവനയിൽ ഒത്തിയെടുത്തു സ്വപ്ന അല്ലേ? സന്തോഷമായി കേട്ടോ. എന്നാലും കാണാനും മുത്തപ്പനും ആഗ്രഹിച്ചിന്. കൊണ്ടത് മാത്രം പറയല്ല, കൊണ്ടത് 6-ാം മുത്തപ്പനെ കാണുന്നു. മുത്തപ്പ അന്വേഷിച്ചേ, കൊണ്ടതാളുടെ മുത്തപ്പനെ കാണണ്ടേ? സന്തോഷമായി സ്വീകരിക്കാം മുത്തപ്പൻ കേട്ടോ. അവിടെയാ നിരവധി സ്ഥലങ്ങളിൽ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ആയതും ഷമലിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുണ്ട്. തോട്ടട വെസ്റ്റ് UP സ്കൂളിലും കിഴുന്ന ശ്രീ മുച്ചിലോട്ടുകാവിലും മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പക്കാവിലും കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും പ്രദർശനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനമായിരുന്നു മറക്കാനാവാത്തതെന്നും ഷമൽ പറഞ്ഞു. തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷമലിന് വീട്ടുകാരുടെ പരിപൂർണ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പ്രദർശനങ്ങൾ ഒരുക്കാൻ കഴിയുന്നതെന്നും പറഞ്ഞു. കളിമണ്ണിൽ തീർക്കുന്ന ശില്പങ്ങൾ പൂർത്തിയാവാൻ വലിപ്പത്തിനനുസരിച്ച് ഒരാഴ്ച വരെ സമയമെടുക്കും. എന്തു തന്നെയായാലും ഒരിക്കലെങ്കിലും ഈ കരവിരുത് കണ്ടിട്ടുള്ളവർക്ക് വീണ്ടും കാണണം എന്ന് തോന്നുക തന്നെ ചെയ്യും. ഷമലിനെ നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്കായി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കരവിരുത്, ഇദ്ദേഹത്തിൻ്റെ കഴിവ്. ക്യാമറമാൻ രഞ്ജിക്കൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. വാണിജ്യം A to Z ഇവന്റ്സ് ഒരുക്കിയ മറൈൻ എക്സ്പോയ്ക്ക് തിരക്കേറുന്നു. ഏപ്രിൽ 5-ന് തുടക്കമായ എക്സ്പോയിൽ ഇപ്പോഴും നിറഞ്ഞ കാണികളുണ്ട്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട റോബോട്ടിക് ആനിമൽ പവലിയനാണ് മുഖ്യ ആകർഷണം. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പക്ഷികളുടെ പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു പുതിയ ലോക അനുഭവം തന്നെയാണ്. അപൂർവമായി കാണാവുന്ന പക്ഷികളുടെ പെറ്റ് ഷോയാണ് അതിൽ പ്രധാനം. വിദേശികളായ വിവിധ ഇനം പക്ഷികളും മൃഗങ്ങളും എക്സിബിഷനിൽ ഉണ്ട്. അതോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന റോബോട്ടിക് ആനിമൽ പവലിയനുമുണ്ട്. നമ്മളിപ്പം 2ാമത്തെ പ്രാവശ്യം വരുന്നത്. കുട്ടികൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. ശരിക്കും ഒരു ടിവിയിലുള്ള കടലില് നല്ല രസം. ഇഷ്ടമായോ? ഇവിടുന്ന് പോകാൻ തോന്നുന്നുണ്ടോ? അല്ല, ഇവിടുന്ന് കളിക്കാനാണ് ഇഷ്ടം? നമ്മളെല്ലാം 2ാമത്തെ പ്രാവശ്യം വരുന്നത്. 2ാമത്തെ പ്രാവശ്യം കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് വെക്കേഷന് നല്ല രസമായിട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ഭാഗവും നടന്നു കണ്ടോ? ഏകദേശം എല്ലാം കൂടുതലായിട്ട് കണ്ടു. അതെ അതെ അതെ. വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന പേക്കിംഗ് ചിക്കൻ ബ്രിട്ടീഷ് ഇറക്കുമതിയാണ്. തെക്കേ അമേരിക്കയിൽ സ്വദേശി മാർമോസെറ്റ് മങ്കി, ഓസ്ട്രേലിയയിലെ റംബർഡ് പാരറ്റ് എന്നിവയും ഇവിടെയുണ്ട്. അക്രലിക് അക്വേറിയത്തിൽ അണ്ടർ വാട്ടർ സൂം മറീൻ എക്സ്പോയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അവധിക്കാലം ആസ്വദിക്കാൻ ഇത്തരത്തിലൊരു എക്സ്പോ എത്തിയതിൽ കുട്ടികൾ ഏറെ ആവേശത്തിലാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലേ? ഇല്ല, ഇവിടെ തന്നെ താമസിക്കണം. മത്സ്യമൊക്കെ എങ്ങനെ? അടിപൊളിയാ. അതാ ഇതുവരെ കാണാത്ത മത്സ്യങ്ങളുണ്ട്. ഇതാ നിങ്ങളിവിടെ കളിക്കാൻ വിളിക്കുന്നു. പറ, ഇതൊക്കെ ഇഷ്ടമായോ? കൂടാതെ വൈവിധ്യങ്ങളായ വിദേശികളും
സ്വദേശികളുമായ മത്സ്യങ്ങളാണ് ടണൽ അക്വേറിയത്തിലുള്ളത്. മനുഷ്യനെ പോലും ഭക്ഷിക്കുന്ന ക്രൗര്യമുള്ള അരപൈമ, അലിഗറ്റർ ഗാൻ, പിരാന, കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ, ബാറ്റ് ഫിഷ്, സ്റ്റാർ ഹണിമൂൺ, വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ്, ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക്, വിദേശിയായ തെരണ്ടി തുടങ്ങിയ 1000-ൽ പരം മീനുകളും അക്രൈലിക് അക്വേറിയത്തിലൂടെ കയ്യെത്തും ദൂരത്ത് കണ്ടാസ്വദിക്കാം. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോഴെന്താ തോന്നുന്നത്? ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ലോകത്ത് കാണുന്നതിൻ്റെ ഒരു അത്ഭുതം തന്നെ കാണുന്നുണ്ട്. അതെ, നമുക്ക് ഈ അണ്ടർ വാട്ടർ ടണൽ ഇല്ല, നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്കവറി ചാനലിൽ കാണുന്നൊരവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒറിജിനൽ കാണുമ്പോൾ നമുക്ക് മഹാത്ഭുതം തോന്നും. ഭയങ്കര അത്ഭുതം പോലെ കാണുന്നു. അപ്പോൾ കടലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുപോലെ നമുക്ക് തോന്നുന്നത്. അച്ഛൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം അച്ഛനെ കൂട്ടിയിട്ട് വരിക എന്നുള്ളത് എൻ്റെ സന്തോഷം. കടലിൽ നല്ല കാര്യം നല്ല കാര്യം. ശരി. ടി വിയിലൊക്കെ കാണുന്ന, നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നേരിട്ട് കാണുമ്പോഴെന്തോ നമുക്ക് നല്ല രസമുണ്ട്. അടിപൊളിയാ. 200 അടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്വേറിയം ഗ്ലാസ് ടണലും ഒപ്പം 400 അടി നീളത്തിൽ മറ്റ് അക്വേറിയങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ഗൃഹോപകരണങ്ങളും റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഫാൻസി ഇനങ്ങളും ലഭ്യമാക്കുന്ന ഷോപ്പിംഗ് പവലിയനും എക്സ്പോയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാധനം വാങ്ങിച്ചോ? അത്യാവശ്യം ഇവിടെ വിലക്കുറവുണ്ടോ? സാധാരണ വിലക്കുറവ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇച്ചിരി ബാർഗൻ ചെയ്യാം. സാധാരണ നമ്മളിപ്പോൾ മറ്റുള്ള പരിപാടിയൊക്കെ നടക്കുന്നതിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു വിലക്കുറവാണെന്ന് തോന്നുന്നല്ലേ? തോന്നുന്നുണ്ട്. ഇതിപ്പം ഈ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ്? ഇതിൻ്റെ ഏത് രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് അവരുടെ മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ ഫോട്ടോസ് എടുക്കാം. എന്നിട്ട് അവരുടെ പേജിൽ അപ്ലോഡ് ചെയ്യുക. നമ്മളെ ടാഗ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫോട്ടോ നോക്കിയിട്ട് അതിനൊരു സമ്മാനം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ QR കോഡിൽ ചെയ്യുന്നത് ഇത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ പേജും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ QR കോഡാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. മാത്രമല്ല ഇവിടെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടുള്ളൊരു വേറൊരു ബാനറും വെച്ചിട്ടുണ്ട്. ഒരു QR കോഡ് അതിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അഭിപ്രായമുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മളോട് പേഴ്സണലി പറയണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ എക്സ്പോയിലുള്ള ഒരു ഗാർഡനാണത്. ഈ ഗാർഡനിൻ്റെ ഓരോ ചെടിയുടെയും വിലയും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഇവർ തന്നെ നമ്മളോട് പറയും. ഇത് നിക്കോഡിയ. ഇതിൽ നിറച്ച് പൂവുണ്ടാവും, വയലറ്റ് ചെറിയ പൂക്കളുണ്ടാവും. ഇത് കാമിനി മുല്ല. ഇതിൽ നിറയെ പൂവുണ്ടാവും, നല്ല മണമുണ്ടാവും. കാമിനി മുല്ല. പിന്നെ അതിൻ്റെ ചെറിയ തയ്യാണിത്. ഇത് 350 രൂപ. അതിന് 2000. പിന്നെ ഇത് മെലസ്റ്റോമ 80 രൂപ. അത് റബ്ബർ പ്ലാന്റ്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്. ഇത് 200. അത് നമ്മൾ ചട്ടി മാറ്റി നടുവാണ്. മാറ്റി നടണം. ഈ ചെടി ഇതിന്റെ പേരെന്താ? ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. 650 രൂപയിന്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6555 രൂപ, പവന് 52,440 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇന്ന് ലോക തൊഴിലാളി ദിനം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരിപാടികൾ, റാലികളും പതാക ഉയർത്തലും നടത്തി പോരാട്ടത്തിന്റെ വിജയാഘോഷം. മേയറെ പിന്തുണച്ച ഡിവൈഎഫ്ഐ. ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന് VK സനോജ്. വർഗീയ വിഷം തുപ്പിയാണ് UDF വോട്ട് പിടിച്ചതെന്നും സനോജ്. വേനലിന് ആശ്വാസമായി മഴയെത്തുന്നു. ഇന്നു മുതൽ 5 ദിവസത്തേക്ക് മഴ പ്രവചനവുമായി കാലാവസ്ഥാ വകുപ്പ്. വെന്തുരുകുന്ന കണ്ണൂരിനും മഴയെത്തുന്നത് ആശ്വസിക്കാം. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.